സംഭവം അധ്യായം 1. മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മിസ്റ്ററി ത്രില്ലർ സിനിമകളിൽ ഒന്നിതാണ്. കാണുന്നവരുടെ ഉള്ളിൽ നിന്നും കിളി പറത്തുന്ന സിനിമ. ഏതെങ്കിലും കിളിയല്ല, ഒരു കൂട്ടം കാക്കകൾ തന്നെ പറന്നുപോകും. സിനിമ കാണാത്തവർ തുടർന്ന് വീഡിയോ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പറന്നുപോയ കുറച്ച് കാക്കകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ വീഡിയോ. സിനിമയിൽ ടൈം ട്രാവൽ, അതായത് കഥാപാത്രങ്ങൾ ഭൂതകാലത്തേക്കും ഭാവി കാലത്തേക്കും സഞ്ചരിക്കുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളും ഏതൊക്കെ കാലഘട്ടങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് സിനിമയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല. പകരം സിനിമ കഥ പറയുന്നത് വെള്ളൂർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫറായി വന്ന CPO ആനന്ദിൻ്റെ ടൈം ട്രാവലിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. അതായത് ആനന്ദ് ഏതൊക്കെ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുന്നു, ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ആനന്ദ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതുമാണ് പ്രധാനമായും സിനിമയിൽ പറയുന്നത്. സോ ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നതും ആനന്ദിൻ്റെ ടൈം ട്രാവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്താണ് സിനിമയുടെ കഥ? 2024 വെള്ളൂർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോകുന്ന ആനന്ദ് എന്ന പോലീസുകാരൻ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചുണ്ടാകുന്ന അസാധാരണമായ സംഭവങ്ങൾ കൊണ്ട് ആനന്ദ് ഒരു ടൈം ലൂപ്പിലകപ്പെടും. 2024 നിന്നും 1960, 1994, 2024, 2044 എന്നിങ്ങനെ പല വർഷങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന ആനന്ദ് കേട്ടിട്ടുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ആളുകളെയും സംഭവങ്ങളെയും കാണുകയും ഇടപെടുകയും ചെയ്യും. അങ്ങനെ എത്തിപ്പെടുന്ന ഒരു സംഭവത്തിൽ വെച്ച് മരിച്ചുപോയ ആനന്ദിൻ്റെ അച്ഛനെ ആനന്ദ് കാണും. ആനന്ദ് ജനിക്കുന്നതിന് ഏതാനും സമയം മുൻപ്, അതായത് 1994 മെയ് 26 മരണപ്പെട്ടതായിരുന്നു അച്ഛൻ എന്നാണ് ആനന്ദിനുണ്ടായിരുന്ന അറിവ്. ആനന്ദ് ടൈം ലൂപ്പിൽപ്പെട്ട് ചെന്ന് എത്തുന്നതും ഇതേ ഡേറ്റിലേക്കാണ്. ആ ദിവസം, അതായത് 1994 മെയ് 26, ആനന്ദ് ജനിക്കുന്ന ആ ദിവസം 2024 നിന്നും അങ്ങോട്ടേക്ക് എത്തിയ ആനന്ദ് തൻ്റെ അച്ഛനെ ടൈം ലൂപ്പിൽ നിന്നും രക്ഷപ്പെടുത്തി പറഞ്ഞയക്കും. ശേഷം ആനന്ദ് സ്വയം മരിക്കും. ടൈം ലൂപ്പിൽ നിന്നും രക്ഷപ്പെട്ട ആനന്ദിൻ്റെ അച്ഛൻ പിന്നീട് മകനെ വളർത്തുന്നതും അവനോടൊപ്പം ജീവിതകാലം ചിലവഴിക്കുകയും ചെയ്യും. സത്യത്തിൽ സിനിമ പറയുന്നത് ടൈം ലൂപ്പിൽ അകപ്പെട്ട അച്ഛനെ രക്ഷപ്പെടുത്തുന്ന ഭാവിയിൽ നിന്നും ഭൂതകാലത്തിലേക്ക് പോയ മകൻ്റെ കഥയാണ്. ബാക്കി കഥകൾക്കൊന്നും കൃത്യമായൊരു കൺക്ലൂഷൻ സിനിമയിൽ കാണിക്കുന്നില്ല. സിനിമയിൽ എത്ര സംഭവങ്ങളാണ് ടൈം ട്രാവലിന് കാരണമാവുന്നത്? സിനിമയിൽ 5 കാലഘട്ടങ്ങളിലായി നടന്ന 6 വ്യത്യസ്തമായ സംഭവങ്ങളാണ് ടൈം ട്രാവലിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാൻ കാരണമാകുന്നത്. ആദ്യത്തെ സംഭവം 1500-ാം ആണ്ടിലെ പോർച്ചുഗീസ് പ്രഭു ഗബ്രിയേൽ അന്റോണിയോ നടത്തിയ കൂട്ടക്കുരുതി. രണ്ടാമത്തെ സംഭവം 1960-ലെ പോർച്ചുഗീസ് മദാമയുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ സംഭവം 1994-ലെ തമിഴ്നാട് പോലീസും അവർ കൊണ്ടുപോയിരുന്ന ജയിൽ പുള്ളികളുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തെ സംഭവം 1994-ലെ തന്നെ 2 കുട്ടികൾ കാട്ടിലേക്ക് പോകുന്നതും അവരിൽ ഒരാളെ കാണാതാവുന്നതുമാണ്. അഞ്ചാമത്തേത് 2024-ൽ ആനന്ദും സംഘവും കാട്ടിലകപ്പെട്ടതാണ്. ആറാമത്തെ സംഭവം 2044-ലെ ആനന്ദിൻ്റെ മകളും കൂട്ടുകാരും ഉൾപ്പെട്ട സംഭവമാണ്. ആനന്ദിൻ്റെ മകൾക്ക് 20 വയസ്സുണ്ടെന്ന് കരുതിയാണ് വർഷം 2044 എന്ന് പറഞ്ഞത്. സിനിമയിൽ ഒരിടത്തും ഈ വർഷം കൃത്യമായി പറയുന്നില്ല. ഓരോ സംഭവം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എങ്ങനെയാണെന്ന് പറയാൻ ശ്രമിക്കാം. സത്യത്തിൽ ഈ 6 സംഭവങ്ങളും അവസാനിക്കുന്നില്ല. എല്ലാ സംഭവങ്ങളുടെയും അവസാനം വെടിവെപ്പും രക്തം വീഴുകയും ആ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ടൈം ട്രാവൽ ചെയ്യാൻ തുടങ്ങുകയുമാണ്. ഓരോന്നിൻ്റെയും ടൈം ട്രാവലിന് തൊട്ട് മുൻപുള്ള കഥ വരെ പറയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 6 സംഭവങ്ങളിൽ 4 നടക്കുന്നത് ആളുകൾ സ്വയം കാടിനുള്ളിലേക്ക് കയറി പോകുന്നത് കൊണ്ടാണ്. ബാക്കിയുള്ള 2 സംഭവിക്കുന്നത് ടൈം ട്രാവൽ ചെയ്ത് ലൂപ്പിൽ പെട്ടുപോയവർ ഇടപെടുന്നത് കൊണ്ട് ആളുകൾ കാട്ടിലേക്ക് കയറിയത് കൊണ്ടുമാണ്. ചുരുക്കി പറഞ്ഞാൽ 1500-ാം ആണ്ടിലെ പ്രഭുവും സൈന്യവും കാട്ടിലേക്ക് കയറുന്നത് വിഗ്രഹം മോഷ്ടിക്കാനാണ്. 1960-ൽ പോർച്ചുഗീസ് മദാമ കാട്ടിലേക്ക് കയറുന്നത് ശവങ്ങൾ കുഴിച്ചിടാനാണ്. 1994-ൽ തമിഴ്നാട് പോലീസ് കാട്ടിലേക്ക് കയറുന്നത് കുറ്റവാളികളെ പിടികൂടാനാണ്. 2044-ൽ ആനന്ദിൻ്റെ മകളും കൂട്ടുകാരും കാട്ടിലേക്ക് കയറിപ്പോകുന്നത് വേട്ടയാടാനാണ്. ഈ 4 സന്ദർഭങ്ങളിലും ആളുകൾ കയറുന്നത് സ്വന്തം തീരുമാനത്തിലാണ്. എന്നാൽ 1994-ൽ കുട്ടികൾ കാട്ടിലേക്ക് കയറുന്നത് ടൈം ലൂപ്പിൽപ്പെട്ട പ്രഭുവിൻ്റെ കുതിരയെ കണ്ടതുകൊണ്ടാണ്. 2024-ൽ ആനന്ദും അശോകനും റെജിയും കാട്ടിലേക്ക് കയറുന്നത് ടൈം ലൂപ്പിൽപ്പെട്ട സ്റ്റീഫൻ ജോർജിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ്. അതായത് ഈ 2 സന്ദർഭത്തിലും ആളുകൾക്ക് കാട്ടിലേക്ക് പോകാൻ സ്വന്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ടൈം ലൂപ്പിൽ പെട്ടുപോയ ആളുകളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. സിനിമയിൽ ടൈം ട്രാവൽ നടക്കുന്നത് എപ്പോഴാണ്? ചാരൻ പറയുന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു ഭാഗം സമയത്തിൻ്റെ ഗതി മാറ്റാനുള്ള കണ്ടീഷനാണ്, അഥവാ ടൈം ട്രാവൽ നടക്കാനുള്ള കണ്ടീഷൻ. രക്തം വീഴുകയും ഒരളവിലധികം ശബ്ദം ഉണ്ടാവുകയും ചെയ്താൽ ടൈം ട്രാവൽ നടക്കും. ഇത് രണ്ടും നടന്നാൽ മാത്രമേ ടൈം ട്രാവൽ നടക്കൂ. അതായത് രക്തം വീഴുകയും വേണം, വലിയ ശബ്ദം കേൾക്കുകയും വേണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ ടൈം ട്രാവൽ ഉണ്ടാവില്ല. വലിയൊരു ശബ്ദം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരിക്കലും ടൈം ട്രാവലിൻ്റേതായ ഒരു മാറ്റവും കാട്ടിലുണ്ടാവില്ല. പക്ഷേ രക്തം വീഴുകയാണെങ്കിൽ കാടിൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറും, ടൈം ട്രാവൽ ഉണ്ടാവാനായി തയ്യാറെടുക്കും. എന്നാൽ ഉടനെ തന്നെ ശബ്ദം ഉണ്ടായില്ലെങ്കിൽ ടൈം ട്രാവൽ നടക്കുകയുമില്ല.
രക്തം വീഴുന്നതും ശബ്ദം ഉണ്ടാകുന്നതും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമായിരിക്കണം എന്നർത്ഥം. അതായത് രക്തം വീഴാൻ കാരണം തൊട്ടടുത്ത് വരുന്ന ശബ്ദമായിരിക്കണം. കാട്ടിൽ വലിയ മരങ്ങൾ വീഴുകയോ ഇടിമിന്നൽ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ സ്വാഭാവികമായും ശബ്ദം ഉണ്ടാകും. പക്ഷെ അപ്പോഴൊന്നും ടൈം ട്രാവൽ നടക്കില്ല. ഇനി അഥവാ ആരെങ്കിലും കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കല്ലിലോ മറ്റോ തട്ടി ചോര വീണാൽ കാട് ഇരുണ്ടു തുടങ്ങുമെങ്കിലും തൊട്ടുപുറകെ ശബ്ദം ഉണ്ടായില്ലെങ്കിൽ ടൈം ട്രാവൽ നടക്കുകയുമില്ല. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്ന ഓർഡറാണ്. അതായത് ആദ്യം രക്തം വീഴുകയും രണ്ടാമത് ശബ്ദം കേൾക്കുകയും ചെയ്താൽ ശബ്ദം ഉണ്ടായ ആ നിമിഷം തന്നെ ടൈം ട്രാവൽ നടക്കും. ഇതിന് കാരണം കാട് ടൈം ട്രാവലിന് തയ്യാറെടുക്കുന്നത് രക്തം വീഴുമ്പോഴാണ്. അത് ആദ്യം സംഭവിച്ചാൽ കാടിൻ്റെ ഭാവം മാറും. പുറകെ ശബ്ദം വന്നാൽ ഉടനെ ടൈം ട്രാവൽ നടക്കും. എന്നാൽ ആദ്യം ശബ്ദം ഉണ്ടാവുകയും രണ്ടാമത് രക്തം വീഴുകയും ചെയ്താൽ ടൈം ട്രാവൽ നടക്കുന്നത് കുറച്ച് പതുക്കെയായിരിക്കും. സിനിമയിൽ ആ സന്ദർഭങ്ങളിലൊക്കെ രക്തം വീണതിന് ശേഷം കുറച്ച് സമയത്തേക്ക് കഥാപാത്രങ്ങളുടെ പെരുമാറ്റവും സംഭാഷണങ്ങളും ഒക്കെ കാണാം. അത് ഏതൊക്കെ സന്ദർഭങ്ങളാണെന്ന് പോകുന്ന വഴിക്ക് പറയാം. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, സിനിമയിൽ ടൈം ട്രാവൽ നടന്ന ആളുകൾ ചെന്നെത്തുന്നത് ഇതിനു മുൻപ് ടൈം ട്രാവൽ നടന്ന അതേ ദിവസം ഏതാണ്ട് അതേ സമയത്തേക്കാണ്. അതുപോലെ ഒരിക്കൽ ഒരാൾ കാടിനുള്ളിലേക്ക് കയറിയാൽ ആ നിമിഷം തന്നെ അയാളുമായി ബന്ധപ്പെട്ട എല്ലാ ടൈം ലൈനുകളും നടന്നു കഴിയും. അതിൻ്റെ അവസാനം എല്ലാവരും മരണപ്പെടുന്നതുമാണ്. ചിലർ കുറഞ്ഞ ടൈം ട്രാവലിൽ തന്നെ മരണപ്പെടും. എന്നാൽ മറ്റു ചിലർ ഒരുപാട് പ്രാവശ്യം ടൈം ട്രാവൽ ചെയ്ത് ഏതോ ഒരു കാലഘട്ടത്തിൽ മരണപ്പെടും. പ്രധാനപ്പെട്ട പോയിന്റ്, ഒരിക്കൽ കാടിനകത്ത് കയറിയാൽ അവരുടെ മരണം വരെ അതിനകത്ത് വെച്ച് നടന്നു കഴിയും. സിനിമ പറയുന്ന കഥയിൽ ആനന്ദ് കാടിനകത്തേക്ക് ചെല്ലുമ്പോൾ മരിക്കാതിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവർ മരിക്കുന്നത് ആനന്ദ് മരിക്കുന്നതിന് ശേഷം പിന്നീട് എപ്പോഴോ ആണെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. സിനിമയിലെ ടൈം ട്രാവൽ നടക്കാൻ കാരണം എന്താണ്? ആദ്യത്തെ സംഭവം. ഇതിനുള്ള കൃത്യമായ വിശദീകരണം സിദ്ധാർത്ഥൻ്റെ കഥാപാത്രം പറയുന്ന ചരിത്രത്തിലുണ്ട്. സിദ്ധാർത്ഥൻ്റെ കഥാപാത്രമായ ചാരൻ പറയുന്ന കഥ ഇങ്ങനെയാണ്. പോർച്ചുഗീസ് അധിനിവേശ കാലഘട്ടത്തിൽ, അതായത് ഏതാണ്ട് 1500 ആണ്ടുകളിൽ, കൃത്യമായ വർഷം സിനിമയിൽ പറയുന്നില്ല, കേരളത്തിലെത്തിയ നിരീശ്വരവാദിയായ ഗബ്രിയൽ അന്റോണിയോ പ്രഭു നാട്ടിലെ സകല ആരാധനാലയങ്ങളും തകർത്തു. അവിടുത്തെ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങളെയൊക്കെ നാടുകടത്തി. കാക്കയെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന കാട്ടിലെ ഊരുമക്കളുടെ ആരാധനാലയത്തെക്കുറിച്ച് കേട്ട പ്രഭു സൈന്യവുമായി വന്ന് കാക്കയുടെ രൂപമുള്ള അവരുടെ വിഗ്രഹത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശക്തി ഉപയോഗിച്ചിട്ടും സൈന്യത്തിന് ആ വിഗ്രഹം ഒന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. കലിപൂണ്ട പ്രഭു ഊരുമക്കളെയൊക്കെ വെട്ടിയും വെടിവെച്ചും കൊന്നു. കാട്ടിലെ കാക്കകളെയൊക്കെ തീയിട്ട് ചുട്ടുകൊന്നു. ആ രക്തച്ചൊരിച്ചിലിന് ശേഷം കാട്ടിലെ ആ മൂർത്തി ഉഗ്രരൂപിയായി. കാലത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയിലേക്ക് മൂർത്തി മാറി. പ്രഭുവും സൈന്യവും പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല. കാലങ്ങളായി അവർ ഇപ്പോഴും സമയവും സ്ഥലവും അറിയാതെ കാടിനുള്ളിൽ അലഞ്ഞു നടക്കുകയാണ്. പിന്നീട് കാടിനുള്ളിൽ എപ്പോഴെങ്കിലും രക്തം വീഴുകയും ഒരളവിലധികം ശബ്ദം ഉണ്ടായാലും സമയത്തിൻ്റെ ഗതി മാറി തുടങ്ങും. ഇത്രയുമാണ് ചാരൻ പറയുന്ന കഥ. സോ സിനിമയിലെ ആദ്യത്തെ സംഭവം, കാട്ടിലെ ടൈം ട്രാവലിന് മൂല കാരണമായ സംഭവം, 1500 ആണ്ടുകളിൽ നടന്ന പോർച്ചുഗീസ് പ്രഭു ഗബ്രിയേൽ അന്റോണിയോ നടത്തിയ ഊരുമക്കളുടെയും കാട്ടിലെ കാക്കകളുടെയും കൂട്ടക്കുരുതിയാണ്. ചാരൻ പറയുന്ന കഥയിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂട്ടക്കുരുതിക്ക് ശേഷം പ്രഭുവിനും സൈന്യത്തിനും പുറത്തേക്കുള്ള വഴി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ കാട്ടിലൂടെ വർഷങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു നടന്നു എന്നാണ്. പ്രഭുവും സൈന്യവും യഥാർത്ഥത്തിൽ ആ ദിവസം തന്നെയാണ് വീണ്ടും വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പല കാലഘട്ടങ്ങളിലൂടെ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രായമാവില്ല, പ്രായമായി മരിക്കുകയുമില്ല. ടൈം ട്രാവലിന് കാരണമായ ആദ്യത്തെ സംഭവം ഇതായിരുന്നു. ടൈം ട്രാവലായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സംഭവം 1960-ലെ പോർച്ചുഗീസ് മദാമയുമായി ബന്ധപ്പെട്ടതാണ്. കാട്ടിൽ വെച്ച് 1960-ൽ നടന്ന സംഭവം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ഇതാണ് കാടുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ മിസ്സിംഗ് കേസെന്ന് അശോകൻ സാറ് പറയുന്നുണ്ട്. അശോകൻ തുടർന്ന് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ ആ കാട്ടിൽ കാണാതായ കേസായിരുന്നു അത്. എസ്റ്റേറ്റ് ഓണറായിരുന്ന പോർച്ചുഗീസുകാരി മദാമ്മ ആ പെൺകുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി കൊന്നുകളയുകയായിരുന്നു. പോർച്ചുഗീസുകാരി മദാമ്മ കല്യാണം കഴിച്ചിരുന്നത് അവരെക്കാൾ പ്രായം കുറഞ്ഞ ജെയിംസ് എന്നയാളെയായിരുന്നു. ഈ ജെയിംസിന് എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന ആ പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ മദാമ്മ രണ്ടുപേരെയും കാട്ടിൽ കൊണ്ടുപോയി കൊന്നുകളയുകയാണ് ഉണ്ടായത്. അതിനുശേഷം മദാമ്മയും കാട്ടിൽ തന്നെ വെച്ച് മരിച്ചു അത്രേ. എങ്ങനെയാണ് ആ പെൺകുട്ടിയും മദാമ്മയുടെ ഭർത്താവും പെൺകുട്ടിയുടെ കാമുകനുമായിരുന്ന ജെയിംസും പിന്നീട് മദാമ്മയും മരിച്ചത് എന്നാർക്കും അറിയില്ല. നാട്ടുകാർ പറയുന്നതനുസരിച്ച് മദാമ്മ രണ്ടുപേരെയും കൊന്നു. അതിനുശേഷം മദാമ്മ എങ്ങനെയോ മരിച്ചു. ഇത്രയേ പോലീസിനും അറിയൂ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന സംഭവങ്ങളിൽ നിന്നും എങ്ങനെയാണ് പെൺകുട്ടി മരിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാവും. ജെയിംസിനെയും പെൺകുട്ടിയെയും കൊന്ന് ചാക്കിലാക്കി കാട്ടിൽ കളയാനായിരുന്നു മദാമ്മയുടെ പ്ലാൻ. ജെയിംസും പെൺകുട്ടിയും മദാമ്മയുമായി നടക്കുന്ന അടിപിടിക്കിടയിൽ മദാമ്മയ്ക്ക് പരിക്കേൽക്കും. പക്ഷേ രണ്ടുപേരെയും മദാമ്മ കൊന്ന് ചാക്കിലാക്കി
ആ നാട്ടിലെ സഹായികളെയും കൂട്ടി കാട്ടിലേക്ക് ചെല്ലും. ഉൾക്കാട്ടിൽ വെച്ച് പെൺകുട്ടിയുടെ ചാക്കിലാക്കിയ ശവം ഒരു ചതുപ്പിലേക്ക് തള്ളും. അത് മുങ്ങി താഴ്ന്നതിന് ശേഷം ചാക്കിലാക്കിയ ജെയിംസിൻ്റെ ശവം മറവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ചാക്കിൻ്റെ കെട്ടഴിച്ച് ജെയിംസ് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. മദാമയ്ക്ക് ജെയിംസിനെ കൊല്ലാൻ കഴിഞ്ഞിരുന്നില്ല. അടിച്ചു വീഴ്ത്തി ചാക്കിൽ കിട്ടിയതായിരുന്നു. അയാൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മദാമ സഹായികളോടൊപ്പം കാട്ടിൽ ജെയിംസിനെ തിരയും. തിരച്ചിലിനിടയിൽ ജെയിംസ് മദാമയുടെ മുൻപിൽ പെടും. മദാമ തോക്ക് ചൂണ്ടി ജെയിംസിനെ ഭയപ്പെടുത്തും. ഇതിനിടയിൽ നിലത്ത് കിടന്ന ഒരു കൂർത്ത കമ്പ് കൊണ്ട് മദാമയെ കുത്തി പരിക്കേൽപ്പിച്ച് ജെയിംസ് തിരിഞ്ഞോടും. വയറിൽ കുത്തിയിറങ്ങിയ കമ്പ് മദാമ ദേഷ്യത്തോടെ വലിച്ചുവരും. പക്ഷേ അവരുടെ രക്തം ആ കാട്ടിൽ വീഴില്ല. അത് അവരുടെ ഡ്രസ്സിലൊക്കെയായി പറ്റിപ്പിടിച്ചിരിക്കുകയുള്ളൂ. രക്ഷപ്പെട്ടോടുന്ന ജെയിംസ് മദാമയുടെ ഗ്യാങ്ങിലെ മറ്റൊരാളുടെ മുൻപിൽ പെടും. അയാൾ തൻ്റെ കയ്യിലെ വാൾ കൊണ്ട് ജെയിംസിൻ്റെ തലയിറക്കും. തലയറ്റുപോയ ജെയിംസിൻ്റെ ശരീരത്തിൽ നിന്നും കാട്ടിലെ മണ്ണിലേക്ക് രക്തം തെറിക്കും. തൊട്ടു പുറകെ വന്ന മദാമ ജെയിംസിൻ്റെ തലയറ്റുപോയ ശരീരത്തിലേക്ക് വെടിവെക്കും. തുടർന്നുണ്ടാകുന്ന ടൈം ട്രാവലിൽ മദാമയും സഹായികളും ഏതൊക്കെയോ കാലഘട്ടങ്ങളിലേക്ക് പോകും. അത് സിനിമയിൽ കാണിക്കുന്നില്ല. ടൈം ട്രാവലായി ബന്ധപ്പെട്ട മൂന്നാമത്തെ സംഭവം 1994 തമിഴ്നാട് പോലീസ് തടവുപുള്ളികളുമായി പോലീസ് ബസ്സിൽ പോകുന്ന സംഭവം. ബസ്സിൽ വെച്ച് പോലീസുകാരെ ആക്രമിച്ച് തടവുപുള്ളികൾ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടും. അവരെ പിന്തുടർന്ന് കുറച്ച് പോലീസുകാരും കാടിനുള്ളിലേക്ക് കയറും. ഒരുപാട് നേരം കുറ്റവാളികളെ തിരഞ്ഞ് പോലീസ് കാട്ടിലൂടെ അലയും. കുറ്റവാളികൾ ചില പോലീസുകാരെ അപായപ്പെടുത്തി കൊല്ലും. കാടിനുള്ളിൽ വെച്ചൊരു സന്ദർഭത്തിൽ പോലീസുകാരെ ആക്രമിക്കുന്ന കുറ്റവാളികളിൽ ഒരാളെ പോലീസ് ഓഫീസറിൽ മുതിർന്നയാളായ SI സ്റ്റീഫൻ ജോർജ് വെടിവെച്ച് വീഴ്ത്തും. കുറ്റവാളിയുടെ രക്തം മണ്ണിൽ വീഴും. വെടിവെച്ച കൂടിയാകുമ്പോൾ ആ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും ടൈം ട്രാവൽ തുടങ്ങും. ടൈം ട്രാവലായി ബന്ധപ്പെട്ട നാലാമത്തെ സംഭവം 1994 തന്നെ റെജിയുടെ ചെറുപ്പത്തിൽ ചേച്ചിയെ കാട്ടിൽ കാണാതായ സംഭവം. ആ സംഭവം പുതിയ ടൈം ട്രാവൽ ഉണ്ടാക്കിയിട്ടില്ല. കുട്ടിയായിരുന്ന റെജിയോ ചേച്ചിയോ വലിയ ശബ്ദം ഉണ്ടാക്കുകയോ രക്തം വീഴ്ത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. അവരെ കാട്ടിലേക്ക് ആകർഷിച്ചത് പ്രഭുവിൻ്റെ കുതിരയാണ്. അതായത് പഴയൊരു ടൈം ട്രാവൽ സംഭവമാണ് കുട്ടികൾ കാടിനുള്ളിലേക്ക് പോകാൻ കാരണം. കുട്ടിയായിരുന്ന റെജി കുതിരയെ കണ്ട് കാടിനുള്ളിലേക്ക് കയറി. ഇത് കണ്ട ചേച്ചി പുറകെ കയറി. കാടിനുള്ളിൽ കയറിയപ്പോൾ കുതിരയെ കാണാനില്ല. പക്ഷെ അവർ കണ്ടത് ചതുപ്പിൽ നിന്നും ഓടിക്കയറി വരുന്ന റെജിയെയാണ്. ഇത് കണ്ട് പേടിച്ച കുട്ടികൾ രണ്ടുപേരും രണ്ട് വഴിക്ക് ഓടി. കുട്ടി റെജി ഓടി കാടിന് വെളിയിലെത്തി. ചേച്ചി ഇതിനിടയിൽ ഒരു മരത്തിൻ്റെ അരികിലായി ഒളിച്ചു. അന്നേ ദിവസം തന്നെയാണ് തമിഴ്നാട് പോലീസും രക്ഷപ്പെട്ടോടിയ കുറ്റവാളികളും കാടിനുള്ളിൽ കയറുന്നതും. അതിനിടയിൽ സ്റ്റീഫൻ ജോർജ് ഒരു കുറ്റവാളിയെ വെടിവെക്കും. അയാളുടെ ചോര കാട്ടിൽ വീഴും. ടൈം ലൂപ്പ് തുടങ്ങും. മരത്തിൻ്റെ പുറകിൽ ഒളിച്ച റെജിയുടെ ചേച്ചി അറിയാതെ ആ ലൂപ്പിൽ പെട്ടുപോകും. ഈ ഒരു സംഭവമാണ് മുൻപ് നടന്ന ടൈം ട്രാവൽ സംഭവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ടൈം ട്രാവലിലേക്ക് ചേർന്ന ആദ്യത്തെ സംഭവം. പ്രഭുവിൻ്റെ കുതിരയെ കണ്ടതുകൊണ്ടാണ് കുട്ടികൾ കാടിനുള്ളിലേക്ക് കയറിയത്. ടൈം ട്രാവലായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ സംഭവം 2024 ആനന്ദും അശോകനും റെജിയും കാട്ടിലേക്ക് പോകുന്ന സംഭവം. ആനന്ദ് യാത്ര ചെയ്തിരുന്ന ജീപ്പിൻ്റെ മുൻപിലേക്ക് വീണ് ആക്സിഡൻ്റായ പീറ്റർ എന്ന പോലീസുകാരൻ്റെ ഹാൻഡ്സെറ്റിലേക്ക് വരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് കാട്ടിലേക്ക് 3 പേരും പോകുന്നത്. കാട്ടിൽ അപകടത്തിൽപ്പെട്ടുവെന്നും രക്ഷിക്കണം എന്നുമാണ് ഹാൻഡ്സെറ്റിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹാൻഡ്സെറ്റിൻ്റെ മറുവശത്ത് തമിഴ്നാട് പോലീസിലെ SI സ്റ്റീഫൻ ജോർജ് ആണെന്നും ആനന്ദിനും റെജിക്കും അശോകനും മനസ്സിലാവും. അന്വേഷിച്ച് കാടിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഹാൻഡ്സെറ്റിലൂടെ സംസാരിക്കുന്ന ആളെ കണ്ടെത്താൻ കഴിയില്ല. അവർ കാണുന്നത് അസ്ഥികൂടങ്ങൾ മാത്രമാണ്. ഇതിനിടയിൽ വഴക്കിട്ട് പോകുന്ന റെജി ഒരു അപകടത്തിൽപ്പെടും. ചതുപ്പിൽപ്പെട്ട് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന റെജിയെ ആനന്ദും അശോകനും ചേർന്ന് രക്ഷിക്കാൻ ശ്രമിക്കും. ഈ പരിശ്രമത്തിനിടയിൽ അശോകൻ്റെ കൈ മുറിഞ്ഞ് ചോര താഴേക്ക് വീഴും. കാട്ടിലെ മണ്ണിൽ ചോര വീഴുമ്പോൾ കാടിൻ്റെ മട്ടും ഭാവവും മാറും. ഇത് കണ്ട് പരിഭ്രാന്തനായ അശോകൻ തൻ്റെ തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കും. രക്തം വീണു, ശബ്ദവും കേട്ടു. ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആനന്ദും റെജിയും അശോകനും അതോടെ ടൈം ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ഈ സംഭവത്തിൽ, അതായത് 2024 ആനന്ദും റെജിയും അശോകനും ഉൾപ്പെട്ട സംഭവത്തിൽ ഇവർ 3 പേരും കാടിനുള്ളിലേക്ക് കയറാൻ കാരണം ഇതിനു മുൻപ് ടൈം ട്രാവൽ ചെയ്ത ഒരാൾ, അതായത് പീറ്റർ, ലൂപ്പിൽ നിന്നും പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ്. ഈ ഒരു സംഭവമാണ് മുൻപ് നടന്ന ടൈം ട്രാവൽ സംഭവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ടൈം ട്രാവലിലേക്ക് ചേർന്ന രണ്ടാമത്തെ സംഭവം. ഇതിനു മുൻപത്തെ ഗബ്രിയേൽ അന്റോണിയോ, പോർച്ചുഗീസ് മദാമ, പോലീസ് തടവുള്ളികൾ സംഭവങ്ങളിൽ ഒന്നും കാടിനുള്ളിലേക്ക് കയറാനും രക്തം വീഴുവാനും ശബ്ദം കേൾക്കുവാനും മറ്റൊരു സംഭവം കാരണമായിട്ടില്ല. അവർ ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികൾ തന്നെയായിരുന്നു കാരണം. പക്ഷേ ആനന്ദും റെജിയും അശോകനും ലൂപ്പിൽ പെടാൻ കാരണം 1994 തമിഴ്നാട് പോലീസ് തടവുപുള്ളികൾ സംഭവമായിരുന്നു. അതിലെ പോലീസ് ഓഫീസർ പീറ്റർ ലൂപ്പിൽ നിന്നും വെളിയിൽ വന്നതുമായിരുന്നു. ടൈം ട്രാവലായി ബന്ധപ്പെട്ട ആറാമത്തെ സംഭവം ഭാവിയിൽ നടക്കുന്ന ആനന്ദിൻ്റെ മകളും കൂട്ടുകാരും കാടിനുള്ളിൽ വേട്ടയ്ക്ക് കയറിയ സംഭവമാണ്. മകളുടെ പ്രായം 20 ആണെന്ന് കണക്കാക്കിയാൽ 2044 നടക്കുന്ന സംഭവമാണത്. വേട്ടയ്ക്ക് കയറി ഒരു കാട്ടുപന്നിയെ വെടിവെക്കാൻ ഉന്നം വെച്ച് നിന്ന ആനന്ദിൻ്റെ മകൾ കൂടെയുള്ള ഒരാൾ ഒരു ചുള്ളിക്കമ്പിൽ ചവിട്ടിയ ശബ്ദം കേട്ട് പന്നി രക്ഷപ്പെട്ടു ഓടും. പെട്ടെന്ന് മറ്റൊരു ദിശയിൽ നിന്നും എന്തോ ഓടി വരുന്ന ശബ്ദം കേട്ട് ആനന്ദിൻ്റെ മകൾ തോക്ക് ഉന്നം പിടിച്ച് വെടിവെക്കുന്നു. വെടി കൊള്ളുന്നത് ദേഹമാസകലം ചെളി പുരണ്ട പോലീസ് ഓഫീസർ റെജിക്ക്.
വെടിയേറ്റ് റെജി വീഴുന്നു. ശരീരത്തിൽ നിന്നും ചോര കാട്ടിലെ മണ്ണിലേക്ക് വീഴുന്നു. ആനന്ദിൻ്റെ മകളും കൂട്ടുകാരും ടൈം ട്രാവലിലേക്ക് കടക്കുന്നു. ഈ സംഭവവും ഇതിന് മുൻപ് നടന്ന മറ്റൊരു ടൈം ട്രാവൽ സംഭവത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ട് നടന്നതാണ്. അതായത് 2024 ആനന്ദ് റെജി അശോകൻ സംഭവം. ഈ 6 സംഭവങ്ങളാണ് ടൈം ട്രാവലിൽ തലങ്ങും വിലങ്ങും ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സിനിമ പറയുന്നത് എല്ലാ സംഭവങ്ങളിലേക്കും ആനന്ദ് ടൈം ട്രാവൽ ചെയ്യുന്നതാണ്. ഇതിലെ എല്ലാ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളെയെങ്കിലും, അതായത് 6 സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളെയെങ്കിലും ആനന്ദ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നുമുണ്ട്. ആനന്ദിൻ്റെ ടൈം ട്രാവൽ 2024 പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി വെള്ളൂർക്കാട് എന്ന ഫോറസ്റ്റ് ഏരിയയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് CPO ആനന്ദ്. പോകുന്ന വഴിയിൽ വെച്ച് ആനന്ദ് യാത്ര ചെയ്തിരുന്ന ജീപ്പിന് മുൻപിലേക്ക് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ വീഴും. അയാളുടെ പേര് പീറ്റർ എന്നാണ്. തമിഴ്നാട് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പീറ്ററിൻ്റെ വയർലെസ് ഹാൻഡ്സെറ്റിലേക്ക് ഒരു കോൾ വരും. അത് തമിഴ്നാട് പോലീസിലെ മറ്റൊരു പോലീസ് ഓഫീസറിൻ്റേതായിരുന്നു, സ്റ്റീഫൻ ജോർജിൻ്റേത്. ഈ ശബ്ദം കേട്ട് ആനന്ദും വെള്ളൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ മറ്റ് 2 ഉദ്യോഗസ്ഥരായ അശോകനും റെജിയും ചേർന്ന് സ്റ്റീഫൻ ജോർജിനെ അന്വേഷിച്ച് കാടിനുള്ളിലേക്ക് പോകും. ഹാൻഡ്സെറ്റിലൂടെ ശബ്ദം കേൾക്കുന്നതല്ലാതെ ഒരുപാട് അന്വേഷിച്ചിട്ടും അവർക്ക് സ്റ്റീഫനെ കണ്ടെത്താൻ കഴിയില്ല. ഇതിനിടയിൽ കാട്ടിൽ വലിയ മഴ പെയ്യും. റെജി ഒരു ചതുപ്പിൽ വീഴും. ആനന്ദും അശോകനും ചേർന്ന് റെജിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അശോകൻ്റെ കൈ മുറിഞ്ഞ് രക്തം കാട്ടിലെ മണ്ണിൽ വീഴും. കാടിൻ്റെ ഭാവത്തിൽ മാറ്റമുണ്ടാവും. കാണാത്ത കിളികളുടെ ശബ്ദം കേൾക്കും. ആരൊക്കെയോ അലറുന്നതും കരയുന്നതും സംസാരിക്കുന്നതും ഒക്കെ കേൾക്കും. പേടിച്ചിറണ്ട അശോകൻ തൻ്റെ സർവീസ് തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കും. രക്തം വീണതിന് ശേഷം വെടിയുടെ ശബ്ദം കൂടി വന്നപ്പോൾ ആദ്യത്തെ ടൈം ട്രാവൽ നടക്കും. ഇതാണ് ആനന്ദിനുണ്ടാകുന്ന ആദ്യത്തെ ടൈം ട്രാവൽ. ഈ ടൈം ട്രാവൽ ആരംഭിക്കുന്നതിന് മുൻപ് കാടിനുള്ളിൽ വെച്ച് ആനന്ദിനും അശോകനും റെജിക്കും പല രീതിയിൽ ഇതിനു മുൻപ് നടന്ന ടൈം ട്രാവലിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് റെജിയുടെ ഡെഡ് ബോഡി കിട്ടുന്നതും അശോകൻ്റെ പൂർണ്ണമായും ദ്രവിച്ച അസ്ഥികൂടം കിട്ടുന്നതും ചതുപ്പിൽ വീണ റെജി കാടിൻ്റെ മറ്റൊരു വശത്തായി മറ്റൊരു ആനന്ദിനെ കാണുന്നതും. അതായത് 2 റെജിയും 2 അശോകനും 2 ആനന്ദും ആ കാടിനുള്ളിൽ ആ സമയത്തുണ്ടായിരുന്നു. രണ്ടാമത്തെ ആനന്ദ് മരിച്ചിട്ടില്ല. രണ്ടാമത്തെ റെജി മരിച്ചു, പക്ഷെ ബോഡി പൂർണ്ണമായും ദ്രവിച്ചിട്ടില്ല. രണ്ടാമത്തെ അശോകൻ മരിച്ചു, ബോഡി പൂർണ്ണമായും ദ്രവിച്ചു, അസ്ഥികൂടം മാത്രമായി. എന്തായാലും നമുക്ക് ഇതാണ് ആദ്യത്തെ ടൈം ട്രാവൽ എന്ന് കണക്കാക്കാം. എന്നിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അശോകൻ്റെ രക്തം വീണതും തുടർന്നുണ്ടായ വെടിയുടെ ശബ്ദവും ആദ്യത്തെ ടൈം ട്രാവലിൽ ആനന്ദിനെ എത്തിച്ചു. 2024 നിന്നും ആനന്ദ് നേരെ ചെല്ലുന്നത് 1960 അന്ന് ഈ ചതുപ്പ് ചെറിയൊരു ചെളി കിടക്കുന്ന സ്ഥലം മാത്രമാണ്. ആനന്ദ് അശോകൻ സാറിനെ 1-2 വട്ടം വിളിക്കും. ആരും വിളി കേൾക്കില്ല. മുൻപിലെ ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കയ്യിൽ തോക്കും പിടിച്ച് വയറ്റിൽ മുറിവേറ്റ് ഉടുപ്പിലൊക്കെ ചോരയുമായി നിൽക്കുന്ന പോർച്ചുഗീസ് മദാമയാണ്. മദാമയെ കുത്തി രക്ഷപ്പെട്ടോടിയ ജെയിംസിനെ തിരഞ്ഞു വരുന്ന വരവാണ് ആ സ്ത്രീ. അപ്പോഴാണ് ടൈം ലൂപ്പിൽപ്പെട്ട ആനന്ദ് അവരുടെ മുൻപിൽ പെടുന്നത്. ആനന്ദ് എത്തുന്നതിന് തൊട്ട് മുൻപ് മദാമയുടെ സഹായികളിൽ ഒരാൾ ജെയിംസിൻ്റെ തല അറുത്തിരുന്നു. ആ സ്ത്രീ ആനന്ദിനോട് "നീ ആരാണ്?" എന്ന് ചോദിക്കും. ആനന്ദ് പേടിച്ച് നിൽക്കുമ്പോൾ മദാമയുടെ സഹായികളിൽ ഒരാളുടെ ഒരു കൈ ആനന്ദിൻ്റെ തോളിൽ പിടിക്കും. ആ കൈ സഹായികളിൽ ഒരാളുടേതാണ്. കാരണം കഴുത്തുപോയ ഒരാൾക്ക് അങ്ങനെ ഒന്ന് പിടിക്കാൻ കഴിയില്ല. മാത്രമല്ല, തൊട്ടടുത്ത ഷോട്ടിൽ ജെയിംസിൻ്റെ തലയില്ലാത്ത ശരീരത്തിൻ്റെ കൈകളൊന്നും ഉയർന്നു നിൽക്കുന്നതായി കാണുന്നുമില്ല. മദാമ ജെയിംസിൻ്റെ തലയില്ലാത്ത ആ ശരീരത്തിലേക്ക് വെടിവെക്കും. അറ്റുപോയ തലയിൽ നിന്നും ചോര വീഴും. വെടിവെച്ച കൂടിയായപ്പോൾ വീണ്ടും ടൈം ട്രാവൽ നടക്കും. ഇപ്രാവശ്യം 1960 നിന്നും ആനന്ദ് എത്തുന്നത് 1994 ആനന്ദ് എത്തുന്നതിന് മുൻപ് കുറ്റവാളികളും പോലീസും കാടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. കുറ്റവാളികൾ ഓരോ പോലീസുകാരെയായി ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നുണ്ടായിരുന്നു. ആനന്ദ് അവിടെ വെച്ച് റെജിയുടെ ചേച്ചിയെ കാണുന്നു. പെൺകുട്ടിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആനന്ദ് ചുറ്റും എന്താണ് നടക്കുന്നതെന്നും എവിടെയാണ് എത്തിപ്പെട്ടതെന്നും തിരിച്ചറിയാൻ ശ്രമിക്കും. അവിടെ വെച്ച് അശോകൻ മരിച്ചു കിടക്കുന്ന ആനന്ദ് കാണും. അശോകൻ്റെ കഴുത്തിലെ പാട് കാണുമ്പോൾ അത് തമിഴ്നാട് പോലീസിൽ നിന്നും രക്ഷപ്പെട്ട കുറ്റവാളികൾ കഴുത്തിൽ കാട്ടുവള്ളി മുറുക്കി കൊന്നതാണെന്ന് മനസ്സിലാവും. 2024 നിന്നും അശോകൻ ടൈം ലൂപ്പിൽപ്പെട്ട് 1994 ചെന്ന് മരണപ്പെട്ടു. ഇനി എത്ര ടൈം ട്രാവൽ നടന്നാലും കാലഘട്ടം മാറിയാലും ആ ഡെഡ് ബോഡി ആ സ്ഥലത്ത് തന്നെ കിടക്കൂ. അതിന് സ്ഥാനമാറ്റം ഉണ്ടാവില്ല. അശോകൻ്റെ ഡെഡ് ബോഡി കണ്ടതിന് ശേഷം ഒരു തടവ് പുള്ളിയുമായി ആനന്ദ് അടിപിടി ഉണ്ടാവും. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ആനന്ദ് സ്റ്റീഫൻ ജോർജിനെ കാണും. മുത്തുവേലിനെ ആക്രമിച്ച കുറ്റവാളികളെ സ്റ്റീഫൻ വെടിവെക്കും. വെടിവെച്ച കേൾക്കും, ചോര വീഴും. വീണ്ടും ടൈം ട്രാവൽ നടക്കും. 1994 നിന്നും ആനന്ദ് ചെല്ലുന്നത് ഭാവിയിലേക്കാണ്. 2044 ഗബ്രിയേൽ പ്രഭുവിൻ്റെ ചാരനായിരുന്നയാൾ മരത്തിൽ കല്ലുകൊണ്ട് ചുഴിയുടെ രൂപം വരയ്ക്കുന്ന സമയത്തേക്കാണ്. ആ സന്ദർഭത്തിൽ തമിഴ്നാട് പോലീസിലെ പീറ്ററും അവിടെ ഉണ്ടായിരുന്നു. 3 പേരും പരസ്പരം നോക്കി നിൽക്കുമ്പോൾ ചാരൻ ആനന്ദിനോട് "ഹു ആർ യു?" എന്ന് ചോദിക്കും. ആനന്ദ് മറുപടി പറയുന്നതിന് മുൻപ് തന്നെ ദൂരെ നിന്നും വെടിവെച്ച് കേൾക്കും. വീണ്ടും ടൈം ട്രാവൽ നടക്കും. സിനിമ ശ്രദ്ധിച്ചാൽ
ഓരോ കാലഘട്ടത്തിലേക്കും പോകുന്നതിന് കാരണമായ രക്തച്ചൊരിച്ചിലും ശബ്ദവും ഉണ്ടാവുമ്പോൾ ആനന്ദ് ആ സന്ദർഭത്തിൽ എക്സാക്റ്റ് സ്പോട്ടിലുണ്ടായിരുന്നു. അതായത് ആനന്ദിന് മുന്നിൽ വെച്ചാണ് രക്തം വീഴുന്നതും ശബ്ദം കേൾക്കുന്നതും. എന്നാൽ ഈ ഒരു സംഭവത്തിൽ മാത്രമാണ് വേറെ എവിടെയോ രക്തം വീഴുന്നതും ശബ്ദം കേൾക്കുന്നതും ആനന്ദ് വീണ്ടും ടൈം ട്രാവൽ ചെയ്യുന്നതും. അത് സിനിമയുടെ ഇനീഷ്യൽ ക്രെഡിറ്റ്സ് കാണിച്ചതിന് ശേഷം ഒരു കൂട്ടം ചെറുപ്പക്കാർ പന്നിയെ വേട്ടയാടാനായി ശ്രമിക്കുന്ന രംഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം കാട്ടിലുണ്ടായിരുന്നത് ചാരനും തമിഴ്നാട് പോലീസായ പീറ്ററും ചെളിയിൽ നിന്നും എഴുന്നേറ്റോടുന്ന റെജിയും പിന്നെ തൂക്കുമായി നിൽക്കുന്ന ചെറുപ്പക്കാരുമായിരുന്നു. റെജി നേരെ ഓടി ചെല്ലുന്നത് ആനന്ദിൻ്റെ മകളുടെ മുൻപിലേക്കാണ്. വെടിവെക്കും, റെജി മരിക്കും. ഈ ഒരു സന്ദർഭത്തിൽ ആനന്ദ് അവിടെ ഇല്ലായിരുന്നു. രക്തം വീഴുന്നതും ശബ്ദം കേൾക്കുന്നതും ആനന്ദ് കണ്ടിട്ടില്ല. അതായത് കാടിൻ്റെ ഒരു ഭാഗത്ത് റെജി വെടിയേറ്റ് വീഴുമ്പോൾ ആനന്ദും പീറ്ററും ചാരനും കണ്ടുമുട്ടുന്ന രംഗമായിരുന്നു. അവിടെ നിന്നും ആനന്ദ് പോകുന്നത് വീണ്ടും 1960-ലേക്കാണ്. ഇപ്രാവശ്യം ജെയിംസ് പോർച്ചുഗീസ് ലേഡിയെ കുത്തുന്നതിന് മുൻപുള്ള സമയത്തേക്കാണ് ആനന്ദ് ചെല്ലുന്നത്. ആനന്ദ് ഒളിച്ചിരുന്ന മരത്തിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു ജെയിംസും ഒളിച്ചിരുന്നത്. യഥാർത്ഥ സംഭവത്തിൽ പോർച്ചുഗീസ് ലേഡിയുടെ ശബ്ദം കേട്ട ഉടനെ തന്നെ ജെയിംസ് മരത്തിൻ്റെ പുറകിൽ നിന്നും മാറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ജെയിംസ് ആനന്ദിനെ കണ്ട് ഞെട്ടിയതിന് ശേഷമാണ് മരത്തിൻ്റെ പുറകിൽ നിന്നും മാറുന്നത്. യഥാർത്ഥ സംഭവത്തിൽ ലേഡിയെ കുത്തിയതിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജെയിംസിൻ്റെ കഴുത്ത് വെട്ടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ലേഡി ജെയിംസിൻ്റെ കഴുത്തില്ലാത്ത ശരീരത്തിലേക്ക് വെടിവെക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ജെയിംസ് ആനന്ദിനെ കണ്ട് ഞെട്ടിയപ്പോൾ സംഭവങ്ങളെല്ലാം മാറി. ആനന്ദിനെ കണ്ട് ഞെട്ടുന്നു, ലേഡിയെ കുത്തുന്നു. അപ്പോഴേക്കും മറ്റൊരു സഹായി തൂക്കുമായി എത്തും. അയാളുമായുള്ള പിടിവലിയിൽ വെടി പൊട്ടും. അതിനുശേഷമാണ് മറ്റൊരു സഹായി ജെയിംസിൻ്റെ കഴുത്തിറക്കുന്നത്. അതോടെ ചോരയും വീഴും. ടൈം ട്രാവൽ വീണ്ടും നടക്കും. ഒറിജിനൽ സംഭവത്തിൽ കഴുത്തറുത്തതിന് ശേഷം ലേഡി വെടിവെക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമത് ആനന്ദ് ചെല്ലുമ്പോൾ ജെയിംസിനെ കണ്ടുമുട്ടുന്നതോടെ സമയക്രമത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവുകയും സഹായിയുടെ വെടിയൊച്ച ആദ്യവും ശേഷം കഴുത്ത് വെട്ടുകയുമാണ് ഉണ്ടായത്. വീണ്ടും ആനന്ദ് ടൈം ട്രാവൽ ചെയ്യുകയാണ്. ഇപ്രാവശ്യം ആനന്ദ് എത്തുന്നത് 2024-ലേക്കാണ്. പ്രഭുവിൻ്റെ ചാരനും ടൈം ട്രാവൽ ചെയ്ത് 2024 എത്തിയിരുന്നു. കാടിനുള്ളിൽ ആളുകൾ ടൈം ലൂപ്പിൽ പെടാൻ കാരണമായ ഗബ്രിയേൽ അന്റോണിയോ പ്രഭുവിൻ്റെ കഥ ചാരൻ ആനന്ദിന് പറഞ്ഞു കൊടുക്കും. ഒപ്പം കാലഘട്ടങ്ങൾ മാറി സഞ്ചരിക്കേണ്ടി വരുന്നത് കാട്ടിലെ മണ്ണിൽ രക്തം വീഴുകയോ ഒരളവിലധികം ശബ്ദം ഉണ്ടാകുകയോ ചെയ്യുമ്പോഴാണെന്നും ചാരൻ പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്നും റെജിയുടെ ശബ്ദം കേട്ട് ആനന്ദ് ആ ദിശ നോക്കി പായും. ചതുപ്പിൽ വീണ റെജി അശോകൻ സാറിനെയും ആനന്ദിനെയും വിളിക്കുന്ന രംഗമായിരുന്നു അത്. അപ്പോൾ 2024 ഒരേ സമയം 2 ആനന്ദുണ്ട്. സിനിമയിലെ കഥ നീങ്ങുന്നത് ആദ്യത്തെ ആനന്ദിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് തന്നെ റെജിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആനന്ദിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നടക്കുന്നത് ആനന്ദിൻ്റെ 5ാമത്തെ ടൈം ട്രാവലാണ്. 5ാമത്തെ ടൈം ട്രാവലിലാണ് ആനന്ദ് തൻ്റെ പാസ്റ്റിലേക്ക് എത്തുന്നതും ടൈം ലൂപ്പ് തുടങ്ങിയ സമയത്തെ ആനന്ദിനെ കാണുന്നതും. അശോകൻ വെടിവെച്ചതോടെ വീണ്ടും ടൈം ട്രാവൽ ആരംഭിക്കുകയാണ്. 2024 നിന്നും ആനന്ദ് വീണ്ടും 1960 എത്തിപ്പെട്ടു. ഇപ്രാവശ്യം എത്തിയത് പോർച്ചുഗീസ് ലേഡിയും സഹായികളും ശവങ്ങൾ മറവ് ചെയ്യാൻ എത്തുന്നതിന് മുൻപത്തെ സമയത്തേക്കാണ്. ചാരൻ പറഞ്ഞത് ഓർത്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ നിന്നും അടുത്ത കാലഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി കാട്ടിൽ കിടന്ന ഒരു മുള്ളൻ പന്നിയുടെ മുള്ളുപയോഗിച്ച് വിരലിൽ മുറിവുണ്ടാക്കി കാട്ടിൽ ചോര വീഴ്ത്തും. ശേഷം ഉടനെ തന്നെ വലിയ ശബ്ദത്തോടെ ആനന്ദ് അലറും. അതോടെ വീണ്ടും ടൈം ട്രാവൽ നടക്കും. ഇനിയുള്ളത് ആനന്ദിൻ്റെ 7ാമത്തെ ടൈം ട്രാവലാണ്. അതിനു മുൻപ് റെജിയുടെ ഒരു ടൈം ട്രാവലിനെ കുറിച്ച് പറയട്ടെ. റെജി ചതുപ്പിൽ വീണ് കിടക്കുമ്പോഴാണ് ആദ്യമായി ചോര വീഴുന്നതും വെടിവെച്ച് ഉണ്ടാവുന്നതും. എന്നാൽ സിനിമയിൽ റെജിയുടെ ടൈം ട്രാവൽ കാണിക്കുന്നത് ആനന്ദിൻ്റെ 6ാമത്തെ ടൈം ട്രാവലിനൊപ്പമാണ്. ആനന്ദിൻ്റെ 5ാമത്തെ ടൈം ട്രാവലിലാണ് ചാരൻ മുഴുവൻ കഥ പറയുന്നതും അതിനുശേഷം റെജി 2 ആനന്ദിനെ കാണുന്നതും. അശോകൻ സാറിൻ്റെ വെടിശബ്ദം ഉണ്ടായതും റെജി ടൈം ട്രാവൽ ചെയ്തു പോകുന്നത് 1994-ലേക്കാണ്. അന്ന് ഈ ചതുപ്പിൽ ഇത്രയും ചെളിയും ആഴവും ഉണ്ടായിരുന്നില്ല. റെജി ഒരു മരക്കൊമ്പിൽ പിടിച്ച് കയറും. അപ്പോഴാണ് വഴിതെറ്റി കാട്ടിലെത്തിയ റെജിയുടെ ചെറുപ്പകാലവും ചേച്ചിയെയും കാണുന്നത്. അതേസമയം തമിഴ്നാട് പോലീസും കുറ്റവാളികളും കാട്ടിൽ അങ്ങിങ്ങായി ഉണ്ട്. റെജിയെ കണ്ടതും കുട്ടികൾ പേടിച്ചോടും. കുഞ്ഞു റെജി ഓടി കാടിന് വെളിയിലെത്തും. എന്നാൽ ചേച്ചിക്ക് വഴിതെറ്റിപ്പോകും. ചേച്ചിയെ പിന്തുടരുന്ന റെജി കാട്ടിൽ വഴുതി വീഴും. അപ്പോഴേക്കും തമിഴ്നാട് പോലീസിലെ സ്റ്റീഫൻ ജോർജ് കുറ്റവാളികളിൽ ഒരാളെ വെടിവെച്ച് കാട്ടിൽ രക്തം വീണിരിക്കും. വീണ്ടും ടൈം ട്രാവൽ തുടങ്ങും. റെജി മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോകും. ചേച്ചിക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. 1994 നിന്നും റെജി എത്തുന്നത് 2044-ലേക്കാണ്. അതേ സമയത്തേക്ക് 1960 നിന്നും ആനന്ദും എത്തിയിട്ടുണ്ടാവും. വീണുകിടന്ന റെജി വീണ്ടും എഴുന്നേറ്റ് ചേച്ചി ഓടിയ ദിശയിലേക്ക് പായും. ഇത് ആനന്ദിൻ്റെ 7ാമത്തെ ടൈം ട്രാവലാണ്. എന്നാൽ റെജിയുടെ 2ാമത്തേതുമാണ്. ഓടുന്ന റെജിയെ പിന്തുടർന്ന് ആനന്ദ് ഓടും. രണ്ടുപേരും ഓടിയെത്തുന്നത് ആനന്ദിൻ്റെ മകളും കൂട്ടുകാരും ഹണ്ടിങ്ങിന് വന്ന സ്ഥലത്തേക്കാണ്. അതായത് ആനന്ദിൻ്റെ 7ാമത്തെ ടൈം ട്രാവലും റെജിയുടെ 2ാമത്തെ ടൈം ട്രാവലും ഫ്യൂച്ചറിലേക്കായിരുന്നു. വെടികൊണ്ട് വീണ റെജിയുടെ ശരീരത്തിൽ നിന്നും കാട്ടിലേക്ക് രക്തം വീഴുന്നതോടെ വീണ്ടും ടൈം ട്രാവൽ ആരംഭിക്കും. റെജിയുടെ പുറകെ ഓടിയെത്തിയ ആനന്ദിനെ കണ്ട് മകളും കൂട്ടുകാരും ഞെട്ടുന്നുമുണ്ട്. റെജി അതോടെ മരിക്കും.
ആനന്ദിൻ്റെ ടൈം ട്രാവൽ വീണ്ടും. ഇപ്രാവശ്യം 1994 ഇപ്രാവശ്യം സ്റ്റീഫൻ ജോർജിനോട് എന്തു വന്നാലും വെടിവെക്കരുതെന്നും ഈ കുഴപ്പം പിടിച്ച കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നും പറയും. അതോടൊപ്പം ആനന്ദും സ്റ്റീഫൻ ജോർജും തമ്മിലുള്ള ബന്ധവും പറയും. ഇതേ കാലഘട്ടത്തിലേക്ക് രണ്ടാമത്തെ ആനന്ദും എത്തിയിട്ടുണ്ടാവും. കാട്ടിലകപ്പെട്ട അനുഭവത്തിൽ നിന്നും കണ്ടുമുട്ടിയ ചാരൻ വരച്ച ചിത്രത്തിൽ നിന്നും സ്പൈറലായി നടന്നാൽ മാത്രമേ പുറത്തു കടക്കാൻ കഴിയൂ എന്ന് ആനന്ദിന് മനസ്സിലാവും. അങ്ങനെ സ്റ്റീഫൻ ജോർജിനെയും പീറ്ററിനെയും ജീവനോടെ പുറത്തെത്തിച്ചതിന് ശേഷം ആനന്ദ് കാടിനകത്ത് തന്നെ വെച്ച് വെടിവെച്ച് സ്വയം മരിക്കും. ഇത്രയുമാണ് സിനിമയിൽ കാണിക്കുന്ന ടൈം ട്രാവൽ സംഭവങ്ങൾ. മരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക? ടൈം ലൂപ്പിലെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അയാളുടെ ശവശരീരം ആദ്യം കിടക്കുന്ന അതേ സ്ഥലത്ത് തുടർന്നും കിടക്കും. റെജി ടൈം ട്രാവൽ ചെയ്ത് 2044 ചെന്നു. അവിടെ വെച്ച് ആനന്ദിൻ്റെ മകളുടെ വെടിയേറ്റ് മരിച്ചു. ടൈം ട്രാവൽ നടത്തി ഒരിക്കൽ ഈ സംഭവം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അതിനു മുൻപും ശേഷവും നടക്കുന്ന എല്ലാ സംഭവങ്ങളിലും റെജിയുടെ മൃതദേഹം കാണും. ആരെങ്കിലും അത് അവിടെ നിന്ന് മാറ്റുന്നത് വരെ. 1960 തലവെട്ടി കൊല ചെയ്യപ്പെട്ട പോർച്ചുഗീസ് മദാമയുടെ ഭർത്താവ് ജെയിംസിൻ്റെ തലയില്ലാത്ത ശവം വർഷങ്ങൾക്ക് ശേഷം അശോകൻ്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ കണ്ടെടുത്തിരുന്നു. 1994 മരത്തിൽ കെട്ടിത്തൂക്കിക്കൊന്ന തമിഴ്നാട് പോലീസുകാരൻ്റെ അസ്ഥികൂടവും തലയോടും 2024 കാട്ടിലൂടെ നടക്കുമ്പോൾ റെജി കാണുന്നുണ്ട്. അതുപോലെ 1994 മരിച്ച അശോകൻ്റെയും സ്റ്റീഫൻ ജോർജിൻ്റെയും അസ്ഥികൂടങ്ങളും കണ്ടെത്തുന്നുണ്ട്. അവരൊക്കെ പാസ്റ്റിൽ മരിച്ചവരാണ്. അവരുടെ ശവങ്ങളൊക്കെ അഴുകി തുടങ്ങി. എന്നാൽ ഭാവിയിൽ മരിക്കുന്ന ഒരാളുടെ ശവശരീരം അഴുകി തുടങ്ങിയില്ല. പക്ഷേ ആ സംഭവം നടന്നു കഴിഞ്ഞെങ്കിൽ അത് കാട്ടിൽ കൃത്യമായ സ്ഥലത്ത് തന്നെ കാണുകയും ചെയ്യും. എങ്ങനെയാണ് 3 പേർ കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്? കുഞ്ഞ് റിജി, പീറ്റർ, ആനന്ദിൻ്റെ മകൾ എന്നിവരാണ് കാട്ടിൽ നിന്നും പുറത്തു കടന്നവർ. ഇതിൽ കുട്ടിയായിരുന്ന റിജി ഒരിക്കൽ പോലും ടൈം ലൂപ്പിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതോ ദിശയിലേക്ക് ഓടി ഭാഗ്യത്തിന് പുറത്തു കടന്നു. എന്നാൽ പീറ്ററും ആനന്ദിൻ്റെ മകളും അങ്ങനെയല്ല. അവർ രണ്ടുപേരും ടൈം ലൂപ്പിൽ കയറിയിട്ടുണ്ട്, ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആനന്ദിൻ്റെ മകളും പീറ്ററും എത്തിപ്പെട്ടത് 2024 ആനന്ദിൻ്റെ മകളുടെ യഥാർത്ഥ ടൈം ലൈൻ 2044, അതായത് ഭാവിയിലാണ്. പീറ്ററിൻ്റേത് 1994, അതായത് പാസ്റ്റിലാണ്. രണ്ടുപേരും പുറത്തേക്ക് എത്തുന്നത് ഒരേ രീതിയിലാണ്. പുറത്തു വരുന്ന ഉടനെ തന്നെ വണ്ടിയിടിച്ചു വീഴുന്നു, മരിക്കുന്നു. അവർ മരിക്കാൻ കാരണം അത് അവരുടെ കാലഘട്ടം അല്ലാത്തത് കൊണ്ടാണ്. പീറ്റർ വിരൽ കൊണ്ട് ലൂപ്പ് വരയ്ക്കുന്നത് കൊണ്ട് അയാൾ കാക്കയുടെ വിഗ്രഹത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടായിരിക്കാം പുറത്തേക്ക് വന്നത്. ആനന്ദിൻ്റെ മകളും അങ്ങനെ തന്നെ പുറത്തെത്തിയതായിരിക്കാം. അല്ലെങ്കിൽ ഒരു കോമൺ പോസിബിലിറ്റി ഉള്ളത് രണ്ടുപേരും വാഹനത്തിൻ്റെ ശബ്ദം ലക്ഷ്യമാക്കി നടന്ന് റോഡിൽ എത്തിയതായിരിക്കാം. കാടിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് ഈ കാടിന് പിന്നിലെ ശാസ്ത്രം? നേർരേഖയിൽ നടന്നാൽ വളഞ്ഞു പോവുകയും വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ എത്തുകയും ചെയ്യും. എന്നാൽ വലം വെച്ച് ഒരു ചുഴിയുടെ ആകൃതിയിൽ നടന്നാൽ നേർരേഖയിൽ പുറത്തേക്ക് എത്താനും കഴിയും. ഇതെങ്ങനെയാണ് സാധ്യമാവുക? പ്രത്യക്ഷത്തിൽ ഇത് സാധ്യമല്ല എന്ന് തോന്നുമെങ്കിലും ഇത് സാധ്യമാകുന്ന ഒരു രീതി പറയാം. ആ കാടും വിഗ്രഹവും എല്ലാം ഇരിക്കുന്നത് കറങ്ങുന്ന ഒരു വൃത്താകൃതിയിലുള്ള തളികയിലാണെങ്കിലോ, ഒരു റൊട്ടേറ്റിംഗ് ഡിസ്കിൽ. അതായത് മൂർത്തിയും കാടും എല്ലാം കറങ്ങുകയാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ അതിലകപ്പെട്ടവർക്ക് കഴിയുന്നില്ല. ഭൂമിയിൽ നിൽക്കുന്നവർക്ക് ഭൂമി സ്വയം കറങ്ങുകയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ തന്നെ. പ്രഭു നടത്തിയ കൂട്ടക്കുരുതിക്ക് ശേഷം മൂർത്തി ഉഗ്രകോപിയായി. വിഗ്രഹത്തിന് ചുറ്റും ഒരു പുതുലോകം ഉണ്ടാക്കി. ആ കാടിനെ കറങ്ങുന്ന ഒരു തളികയുടെ രൂപത്തിലുള്ള ഒരു ലോകമാക്കി മാറ്റി. അതിനകത്തേക്ക് കടക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. ആ വിഗ്രഹം ഇരിക്കുന്നത് ഈ കറങ്ങുന്ന ഡിസ്കിൻ്റെ സെൻറ്ററിലാണ്. കറങ്ങുന്ന ഒരു ഡിസ്കിൻ്റെ മുകളിലൂടെ നേർരേഖയിൽ നടന്നാൽ അത് കറങ്ങാത്ത ഒരു ഡിസ്കിന് മുകളിലൂടെ വളഞ്ഞു നടക്കുന്നതിന് തുല്യമാണ്. ഓരോ കാലടികൾ വെക്കുമ്പോഴും നടക്കുന്ന നേർരേഖ വളഞ്ഞുകൊണ്ടിരിക്കും. ഇത് സയൻസ് ഉപയോഗിച്ച് പല രീതിയിൽ കാണിക്കാൻ കഴിയും. അതിലൊരു ഡിസൈൻ ഇങ്ങനെയാണ്. ആരെങ്കിലും നേർരേഖയിൽ നടക്കാൻ ശ്രമിച്ചാൽ ഒരു നിശ്ചിത ദൂരം വരെ പോയി തിരികെ വന്നതിന് തുല്യമായി ഒരു ലൂപ്പ് ഉണ്ടാവും. ആർക്കും അങ്ങനെ പുറത്തേക്ക് പോയി രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ലൂപ്പ് കൃത്യമായൊരു വട്ടം ഒന്നുമല്ല, പക്ഷെ വളഞ്ഞതുമാണ്. ആദ്യത്തെ പോയിന്റിലേക്ക് എത്തുകയും ചെയ്യും. കട്ടിയുള്ള ചുവന്ന വര സൂചിപ്പിക്കുന്നത് കാട്ടിലകപ്പെട്ടവർ മനഃപൂർവ്വം നടന്ന വഴിയാണ്. കാട് കറങ്ങുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ അവർ പോലും അറിയാതെ അവർ സഞ്ചരിച്ച വഴികളാണ് കുത്തുകളുള്ള വഴികളായി കാണിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം കറങ്ങുന്ന ഒരു ഡിസ്കിന് മുകളിലൂടെ ചുഴിയുടെ ആകൃതിയിൽ അഥവാ സ്പൈറലായി നടന്നാൽ അത് കറങ്ങാത്ത ഒരു ഡിസ്കിന് മുകളിലൂടെ നേർരേഖയിൽ നടക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നടക്കുമ്പോൾ മാത്രമേ കറങ്ങുന്ന ഡിസ്ക് പോലുള്ള ആ കാട്ടിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയൂ. ഇവിടെയും കട്ടിയുള്ള വഴി അവർ മനഃപൂർവ്വം നടന്നതും കുത്തുകളുള്ള വഴി അവർ യഥാർത്ഥത്തിൽ സഞ്ചരിച്ചതുമാണ്. ഇനി ഒരു കാര്യം കൂടി. കറങ്ങുന്ന ഡിസ്കിന് മുകളിലൂടെ നേർരേഖയിൽ നടക്കുമ്പോൾ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആവാൻ. പക്ഷേ അതേ ഡിസ്കിൻ്റെ മുകളിലൂടെ സ്പൈറലായി നടന്നാൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ദൂരം നടക്കുവാനും വേഗത്തിൽ പുറത്തെത്തുവാനും കഴിയും. ഇതാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്ന കാടിൻ്റെ പിന്നിലെ സയൻസ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊരു പൂർണ്ണമായ വിശദീകരണം അല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതിന് കാരണം ഈ കാട് കറങ്ങുന്ന ഒരു ബൗള് പോലെയോ ഒരു ഗോളം പോലെയോ ഒരു ഉഴുന്നുവട പോലെയൊക്കെ ആണെങ്കിലും പല രീതിയിൽ നേരെ നടക്കുമ്പോൾ വളയുന്നതും വളഞ്ഞു നടക്കുമ്പോൾ നേരെ പോകുന്നതും വിശദീകരിക്കാൻ കഴിയും.
കാട്ടിലെ ടൈം ട്രാവലിന് പിന്നിലെ ദുരൂഹത എന്താണ്? ടൈം ട്രാവൽ നടക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം മൂർത്തിയുടെ ശക്തിയാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആനന്ദ് കാട്ടിലേക്ക് ചെന്നുപെടുന്നത് 2024 മെയ് 26-നാണ്. സ്റ്റീഫൻ ജോർജും സംഘവും കാട്ടിലേക്ക് ചെന്നുപെടുന്നത് 1994 മെയ് 26-നാണ്. വർഷം ഏതാണെന്ന് അറിയില്ലെങ്കിലും ആനന്ദിൻ്റെ മകളുടെ ഫോണിൽ കാണുന്ന തീയതി മെയ് 26-ആണ്. ആനന്ദ് ജനിച്ചതും ആനന്ദിൻ്റെ മകൾ ജനിച്ചതും മെയ് 26-നാണ്. ആനന്ദിൻ്റെ അച്ഛൻ സ്റ്റീഫൻ ജോർജ് കാട്ടിൽ അകപ്പെടുന്നത് ആനന്ദ് ജനിച്ച ദിവസമാണ്. അതേപോലെ ആനന്ദിൻ്റെ മകൾ ജനിച്ച അതേ ദിവസമാണ് ആനന്ദും കാട്ടിലകപ്പെടുന്നത്. സ്റ്റീഫൻ ജോർജ്, മകൻ ആനന്ദ്, ആനന്ദിൻ്റെ മകൾ, ഇവർ 3 പേർക്കും ആ കാടിൻ്റെ ഐതിഹ്യവുമായി എന്തോ ബന്ധമുണ്ടെന്ന് വേണം കരുതാൻ. ചിലപ്പോൾ ഗബ്രിയേൽ പ്രഭു ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ ചെറുത്തു നിന്ന ഊരുമക്കളിൽ ഒരാളായിരുന്നിരിക്കാം ആനന്ദ്. അല്ലെങ്കിൽ പ്രഭുവിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം ഇവർ 3 പേരും. സെക്കൻഡ് പാർട്ടിൽ അറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ സംഭവങ്ങളും ദുരൂഹതകളും. അവസാനം ആനന്ദിന് എന്താണ് സംഭവിക്കുന്നത്? സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന ആനന്ദ് സിനിമയുടെ അവസാനം സ്റ്റീഫൻ ജോർജിനെയും പീറ്ററിനെയും രക്ഷപ്പെടുത്തിയതിന് ശേഷം സ്വയം വെടിവെച്ച് മരിക്കും. ഇതാണ് ആദ്യത്തെ ആനന്ദ്. ആദ്യത്തെ ആനന്ദ് ടൈം ട്രാവൽ നടത്തുന്നത് 2024 നിന്നും യഥാക്രമം 1960, 1994, 2044, 1960, വീണ്ടും 2024 എന്നീ ക്രമത്തിലാണ്. ഇതിൽ രണ്ടാമത് 2024 എത്തുമ്പോൾ അവിടെ മറ്റൊരു ആനന്ദുണ്ട്. ഇതാണ് ആദ്യത്തെ ആനന്ദ് നടത്തുന്ന ഒരു കംപ്ലീറ്റ് ടൈം ലൂപ്പ്. 2024 തുടങ്ങി 2024 കുറച്ച് പുറകിലെ ഒരു സമയത്തേക്ക് എത്തി. അതായത് റെജി ചതുപ്പിൽ വീഴുന്നത് മറ്റൊരു ദിശയിൽ നിന്നാണ് ആദ്യത്തെ ആനന്ദ് ഇപ്പോൾ കാണുന്നത്. ആദ്യത്തെ ആനന്ദിന് ഈ ഒരു ടൈം ലൂപ്പ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ചാരനിൽ നിന്നും കിട്ടിയ വിവരം വെച്ച് എങ്ങനെയാണ് ടൈം ട്രാവൽ നടത്താൻ കഴിയുക എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2024 നിന്നും ആദ്യത്തെ ആനന്ദ് തുടർന്ന് പോകുന്നത് 1960 ഇതേ 1960 തന്നെ രണ്ടാമത്തെ ആനന്ദും എത്തിപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ആനന്ദിൻ്റെ ആദ്യത്തെ ടൈം ട്രാവലാണിത്. പക്ഷേ ആദ്യത്തെ ആനന്ദ് എത്തുന്നത് പോർച്ചുഗീസുകാർ കാട്ടിലേക്ക് എത്തുന്നതിന് മുൻപും രണ്ടാമത്തെ ആനന്ദ് എത്തുന്നത് പോർച്ചുഗീസുകാരിയുടെ മുൻപിലേക്കും ആവും. അതായത് ആദ്യത്തെ ആനന്ദ് ഫോളോ ചെയ്ത അതേ വഴികൾ രണ്ടാമനും വീണ്ടും വീണ്ടും ഫോളോ ചെയ്യണം. എന്നാൽ പോർച്ചുഗീസുകാരി എത്തുന്നതിന് മുൻപുള്ള സമയത്തെത്തിയ ആദ്യത്തെ ആനന്ദ് കൈമുറിച്ച് ശബ്ദം ഉണ്ടാക്കി ടൈം ട്രാവൽ ചെയ്ത് അവിടെ നിന്നും പോകും. അപ്പോഴൊന്നും രണ്ടാമത്തെ ആനന്ദ് അവിടെ നിന്നും ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അതിനുള്ള സമയമായിട്ടില്ല. ആദ്യത്തെ ആനന്ദ് പോകുന്നത് 2044 അവിടെ വെച്ച് മകളുടെ വെടിയേറ്റ് റെജി മരിക്കുന്നത് കാണും. വീണ്ടും ടൈം ട്രാവൽ ചെയ്തെത്തുന്നത് 1994 അപ്പോഴേക്കും രണ്ടാമത്തെ ആനന്ദും 94 എത്തിയിട്ടുണ്ടാവും. അതായത് 2024 നിന്നും ടൈം ട്രാവൽ ചെയ്യുന്ന ആദ്യത്തെ ആനന്ദ് 1960 2044 പോയി തിരികെ 1994 വരുമ്പോഴാണ് രണ്ടാമത്തെ ആനന്ദ് 1960 നിന്നും 94 എത്തുന്നത്. രണ്ടാമത്തെ ആനന്ദിന് ഒരു ടൈം ട്രാവൽ കുറവായിരിക്കും. ഇപ്പോൾ 1994 2 ആനന്ദുമാരുമുണ്ട്. ആദ്യത്തെ ആൾ അച്ഛനെ രക്ഷിക്കും, എന്നിട്ട് സ്വയം വെടിവെച്ച് മരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ 1994 നിന്നും ടൈം ട്രാവൽ ചെയ്യണമെങ്കിലുള്ള ട്രിഗർ സ്റ്റീഫൻ ഒരു കുറ്റവാളിയെ വെടിവെക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അത് നടന്നിട്ടില്ല. ആദ്യത്തെ ആനന്ദ് സ്റ്റീഫനെ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ 94 സ്റ്റക്കായ രണ്ടാമത്തെ ആനന്ദ് എങ്ങനെ ടൈം ട്രാവൽ ചെയ്യും? അതിനുള്ള ട്രിഗർ ആവുന്നത് ആദ്യത്തെ ആനന്ദിൻ്റെ മരണമാണ്. സ്റ്റീഫനെയും പീറ്ററിനെയും രക്ഷപ്പെടുത്തിയ ആദ്യത്തെ ആനന്ദ് അതിനുശേഷം സ്വയം വെടിവെച്ച് മരിക്കും. അതുകൊണ്ടാണ് അടുത്ത ടൈം ട്രാവൽ ഉണ്ടാവുക. അതിനുശേഷം രണ്ടാമത്തെ ആനന്ദ് എങ്ങോട്ട് പോകുന്നു എന്നൊന്നും സിനിമയിൽ പറയുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ആനന്ദിന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അവസാനം എത്തുന്ന ആനന്ദ് ആരാണ്? അയാൾക്ക് എങ്ങനെയാണ് ടൈം ലൂപ്പിനെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയുന്നത്? ടൈം ലൂപ്പിൽ നിന്നും രക്ഷപ്പെട്ട സ്റ്റീഫൻ ജോർജ് പിന്നീട് കുടുംബവുമായി ഒരുമിച്ച് ജീവിക്കും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്റ്റീഫൻ്റെ മകൻ ആനന്ദിന് കുട്ടി ഉണ്ടാകുന്ന നിമിഷം പഴയൊരു ഓർമ്മ പോലെ എല്ലാ സംഭവങ്ങളും ആനന്ദിൻ്റെ മനസ്സിലേക്ക് എത്തും. മകളുടെ ജനനവും ഈ സംഭവങ്ങളുമായി എന്തോ ബന്ധമുണ്ട്. പക്ഷേ അതൊന്നും ആനന്ദിന് അറിയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം വളർന്ന ആനന്ദാണത്. ആദ്യത്തെ ആനന്ദിനെ പോലെ അയാൾക്ക് തമിഴ് അറിയില്ല. മാത്രമല്ല അയാളുടെ റാങ്ക് അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്. AC എന്നാണ് പറയുന്നത്. ആദ്യത്തെ ആനന്ദ് CPO ആയിരുന്നു. ആദ്യത്തെ ആനന്ദ് ബസ്സിൽ വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കുട്ടി ജനിച്ചു എന്നറിയുന്നത്. നാട്ടുകാരുടെ കൂടെ ജീപ്പിൽ പോകുമ്പോഴാണ് പീറ്റർ മുൻപിൽ ചാടുന്നത്. പീറ്റർ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമാണ് റെജി തമിഴരുമായി പ്രശ്നമുണ്ടാക്കി എന്നറിയുന്നത്. എന്നാൽ അവസാനത്തെ ആനന്ദ് എത്തുമ്പോൾ ഈ സംഭവങ്ങളുടെയൊക്കെ ഓർഡർ മാറി. കുട്ടി ജനിച്ച് കണ്ടതിന് ശേഷമാണ് ആനന്ദ് വരുന്നത്. റെജി പ്രശ്നം ഉണ്ടാക്കി എന്നറിഞ്ഞതിന് ശേഷമാണ് ജീപ്പിന് മുൻപിൽ പെൺകുട്ടി വീണ് അപകടം സംഭവിക്കുന്നത്. സിനിമ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്ന ആനന്ദിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ കാണാനേ നിവൃത്തിയുള്ളൂ. മലയാളത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിനിമയാണ് സംഭവം അധ്യായം 1. ആദ്യത്തെ പ്രാവശ്യം തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. രണ്ടാമതും തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോഴാണ് ഏതാണ്ടൊക്കെ ഒരു പിടി കിട്ടിയത്.
കാട്ടിലകപ്പെട്ടു പോകുന്നതും പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ ലൂപ്പിൽ പെടുന്നതുമായ ആശയം ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത് 1999 ഇറങ്ങിയ ദി ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് എന്ന സിനിമയിലായിരുന്നു. ഈ വിശദീകരണം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ലളിതമാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സിനിമ കണ്ടപ്പോഴുണ്ടായ അനുഭവങ്ങളും ഒക്കെ കമൻറ്റായി ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.